കോഴിക്കോട് താമരശ്ശേരിയിൽ ആശുപത്രിയിലാണ് ഇപ്പോൾ ഡോക്ടർക്ക് നേരെ ആക്രമണം അല്പസമയം മുമ്പ് ഉണ്ടായത്. ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ട് നേരത്തെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച പെൺകുട്ടിയുടെ പിതാവാണ് ആക്രമണം നടത്തിയത്. സനൂപ് എന്ന പേരിലുള്ള വ്യക്തിയാണ് ആക്രമണം അയച്ചുവിട്ടത്. ഡോക്ടർക്ക് വെട്ടേറ്റ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് അതേസമയം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. മിന്നൽ പണിമുടക്കിന് KGMOയെ ആഹ്വാനം ചെയ്തു. എല്ലാ പ്രവർത്തനങ്ങളും താലൂക്ക് ആശുപത്രിയുടെ ഉൾപ്പെടെ നിർത്തിവെക്കാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. തെരുവിലേക്ക് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനമൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. കൃത്യമായി തന്നെ പ്രതി കൊലപാതകം നടത്താൻ അല്ലെങ്കിൽ വധശ്രമത്തിന് വേണ്ടി ആഞ്ഞ് വെട്ടാൻ തന്നെ കരുതിക്കൂട്ടിയാണ് ആശുപത്രിയിലേക്ക് എത്തിയത്. 2 മക്കൾക്ക് ഒപ്പമാണ് എത്തിയത്. അവരെ പുറത്തു നിർത്തിയ ശേഷമാണ് അപ്രതീക്ഷിതമായി വിപിൻ എന്ന ഡോക്ടർക്ക് നേരെ അങ്ങനെ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടാൻ ശ്രമം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ സുൽഫി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ സുൽഫി, വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവമാണ്. വന്ദനയുടെ മരണത്തിന് ശേഷമൊക്കെ കേട്ട ഏറ്റവും വലിയ ഒരു അക്രമശ്രമം. മറ്റൊന്നും സംഭവിച്ചില്ല. ഡോക്ടറെ സംബന്ധിച്ചോളം ഡോക്ടർ ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്നറിയാൻ കഴിയുന്നു. വീണ്ടും ഇങ്ങനെ അക്രമം ഉണ്ടാകുമ്പോൾ എത്രത്തോളം അപലപിക്കേണ്ട ഒരു സംഭവമായി ഇത് മാറുന്നുണ്ട്? അബ്സല്യൂട്ട്ലി, ഇത് വളരെ വളരെ ഷോക്കിങ്ങും ഞങ്ങളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയും കൂടിയാണ് ഇത്. ഡോക്ടർ വന്ദനാസിന്റെ മരണത്തിന് ശേഷം ശക്തമായ നിയമ നിർമ്മാണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അത് കൃത്യമായിട്ട് വീണ്ടും ഒരു ആക്രമണങ്ങളിലേക്ക് പോകുന്ന ഒരു രീതി കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് വളരെ 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 ദൗർഭാഗ്യകരവും വളരെ ദുഃഖകരവുമാണ്. ഡോക്ടർ മാരകമായ രീതിയിൽ, വളരെ ഗുരുതരമായ രീതിയിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുക, അതും ഈ ചികിത്സയിൽ എന്തോ അപാകത ഉണ്ടായി എന്ന് പറയുന്ന സംഭവമായി യാതൊരു ബന്ധവുമില്ലാതെ രോഗികളെ ചികിത്സിച്ചുകൊണ്ടിരുന്ന മറ്റൊരു ഡോക്ടറിനെ ആണ് ആക്രമിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിന് കേരളത്തിലെ പൊതുസമൂഹവും കേരളത്തിന്റെ പൊതുപ്രവർത്തകരും എല്ലാവരും തന്നെ ശക്തമായ രീതിയിൽ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വീണ്ടും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിന്റെ ബുദ്ധിമുട്ട് അൾട്ടിമേറ്റ്ലി അത് രോഗികളുടെ തന്നെയാണ് വന്ന് ഭവിക്കുക. കാരണം ഒരു റിസ്ക് എടുത്ത് ഒരു ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കേണ്ട ഒരു പ്രത്യേക അവസരത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് ആ റിസ്ക് എടുക്കാനുള്ള ധൈര്യം ഉണ്ടാകാതിരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് നമുക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വന്തം തടി രക്ഷപ്പെടുത്തുവാനായി ശ്രമിക്കുമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമോ എന്നുള്ള ഒരു വിഷയത്തിൽ ഡോക്ടർമാരെ കൺഫ്യൂഷനിലേക്ക് നീക്കുന്ന, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ ഒരു കൺഫ്യൂഷനിലേക്ക് നീക്കിവിടുന്ന പ്രവർത്തനങ്ങളാണ്. ഇത് ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കാൻ ഇതിനെ സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. ശക്തമായ നിയമ നടപടികളും അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ചില പൊതു മാനദണ്ഡങ്ങൾ അന്ന് നിർദ്ദേശിക്കപ്പെടുകയും അതൊരു പ്രോട്ടോകോളായി പുറത്തു വരികയും ചെയ്തിരുന്നു. അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടണം എന്നുള്ളതിന് സംശയമില്ല. സർക്കാർ ആശുപത്രികളിലെ എല്ലായിടത്തും ആ രോഗികളുമായിട്ട് ഇന്ററാക്ഷൻസ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയും സെക്യൂരിറ്റി ജീവനക്കാരുണ്ടാവുകയും CCTV സംവിധാനങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യേണ്ട ഒരു രീതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പൂർവാധികം കരുതലോടുകൂടി സർക്കാരും സംവിധാനങ്ങളും മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ഡോക്ടർ സുൽഫി പ്രതികരിച്ചതിന്.